ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 19-ാം ശ്ലോകം മുതൽ നമ്മൾ പഠിക്കുന്നു. സത്വമീനം പരിതോ വിപശ്യൻ സ്തംഭസ്യ മധ്യാദനു നിർജിഹാനം നായം മൃഗോ നാപി നരോ വിചിത്രം അഹോ കിമേതൻ നൃമൃഗേന്ദ്രരൂപം. സത്വമേനം പരിതോ വിപശ്യൻ സ്തംഭസ്യ മധ്യാദ അനുനിർജിഹാനം നായം മൃഗോ നാപി നരോ വിചിത്രം അഹോ കിമേതൻ നൃമൃഗേന്ദ്രരൂപം. സഹ അവൻ 4 ഭാഗത്തും പരിതോ 4 ഭാഗത്തും വിശേഷണം നോക്കുന്നവനായിട്ട് സ്തംഭത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അനുനിർജിഹാനം പുറപ്പെട്ടു വരുന്ന ഏനം സത്വം, ആ സത്വത്തെ ദൃഷ്ട കണ്ടിട്ട് അയം ന മൃഗ, ഇത് മൃഗമല്ല, അയം മൃഗം അല്ല, മൃഗമല്ല, അയം ന മൃഗം, ഇത് മൃഗമല്ല, നര അപി മനുഷ്യനുമല്ല, നൃമൃഗേന്ദ്ര രൂപം മനുഷ്യൻ്റെയും മൃഗത്തിൻ്റേതുമായിട്ട് രൂപത്തോടു കൂടിയ ഈ അഹോ വിചിത്രമായ വേഷം, അഹോ എന്താകുന്നു ആശ്ചര്യമായിട്ട് പറയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിലെടുത്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ശ്ലോകമാണ്. മീമാംസമാനസ്യ സമുദ്ധിതോഗ്രതോ നൃസിംഹരൂപസ്ഥതലം ഭയാനകം പ്രതപ്ത ചാമീകരചണ്ഡലോചനം സുരൽ സടാ കേസര ദ്രംഭിതാനനം എന്ന് കോമായിട്ട് പറയാമേ. മീമാംസമാനസ്യ സമുദ്ധിതോഗ്രതോ നൃസിംഹ രൂപസ്ഥതലം ഭയാനകം പ്രതപ്ത ചാമീകര ചണ്ഡലോചനം ചാമീകര സുഡത് സടാകേസര ദ്രംഭിതാനനം. രൂപത്തിനെ കുറിച്ചൊന്ന് വർണ്ണിക്കുന്നതേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മീമാംസമാനസ്യ സമുദ്ധിതോഗ്രതോ നൃസിംഹരൂപസ്ഥതലം ഭയാനകം പ്രതപ്ത ചാമീകര ചണ്ഡലോചനം സുരൽ സടാകേസരദ്രംഭിതാനനം കരാളദംശ്രം കരവാള ചഞ്ചലക്ഷുരാന്തജിഹ്വ ഭൃഗുടീമുഖോദ്ബണം സ്തബ്ധോർധ്വകർണം ഗിരികന്ധരാദ്ഭുതവ്യാത്താസ്യനാസം ഹനുഭേദഭീഷണം കരാളദംശ്രം കരവാള ചഞ്ചലക്ഷുരാന്തജിഹ്വം, ക്ഷുരാന്ത കഞ്ഞുകോമായുടെ ജിഹ്വം, ഭൃഗുടി ഒന്നിച്ച് വായിക്കണം, ഭൃഗുടി എന്ന് വെച്ചാൽ പുരികം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, മുഖോദ്ബണം സ്തബ്ധോർധ്വകർണം, സ്തബ്ധോർധ്വ അനങ്ങാതെ ഇങ്ങനെ മുകളിലോട്ട് നീങ്ങിയിരിക്കുന്ന ചെവി അനങ്ങാതെ ഇരിക്കുന്നു. സ്തബ്ധോർധ്വകർണം ഗിരികന്ധരാദ്ഭുതവ്യാത്താസ്യനാസം ഹനുഭേദഭീഷണം. ഗുഹ പോലെ പിളർന്നിരിക്കുന്ന മുഖത്തെ നാസികാദ്വാരങ്ങളോട് കൂടിയതും ഹനുഭേദഭീഷണം, അതുപോലെ ഭയങ്കരവുമായിരിക്കുന്ന രൂപമാണ്. വായകളാണ് കപോലപാന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വായ്ക്കകത്തുള്ള മുഖത്തുള്ള ആ വായുടെ ആ നീട്ടം അല്ലേ, ഒരു പ്രത്യേക രീതിയിലല്ലേ, മനുഷ്യൻ്റെ വാ പോലെയാണോ സിംഹത്തിൻ്റെ ആ അല്ലാത്തൊരു കോർ വായകൾ എന്നാണ് പറയുന്നതിനെ. വായുടെ കടവായ എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ വല്ലാത്തൊരു ഇതിലിരിക്കുന്ന അതോടുകൂടിയ ഒരു രൂപം. ദിവ്യസ്പൃശത്കായമദീർഘപീവര ഗ്രീവോരുവക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രാംശുഗൗരൈശ്ചുരിതം തനൂരുഹൈർ വിശ്വഭുജാനീകശതം നഖായുധം. ആകാശം മുട്ടുന്ന തലത്തിൽ ഉയർന്നിരിക്കുന്ന സ്പൃശത് കായ മദീർഘ പീവര, ദിവി ആകാശത്തെ മുട്ടുന്ന തരത്തിലുള്ള ഉയർന്ന ശരീരം, നീളം കുറഞ്ഞതും തടി അധികരിച്ചുമിരിക്കുന്ന കണ്ഠം, നല്ല തുടുത്തിരിക്കുന്ന കണ്ഠം, വീതിയേറിയ മാറിടം, ഇടുങ്ങിയ ഇടുപ്പ്. സിംഹത്തിൻ്റെ കണ്ടിട്ടില്ലേ, വളരെ അതിൻ്റെ മധ്യമ ഭാഗം ഇത്തിരി ഇടുങ്ങിയിരിക്കുന്നത്, ചന്ദ്രിക പോലെ വെളുത്തിരിക്കുന്ന രോമങ്ങൾ, 4 കുഞ്ചിരോമങ്ങൾ, 4 ഭാഗത്തേക്കും അങ്ങോട്ട് പ്രസരിച്ചിരിക്കുന്ന അനേക കൈകൾ, അവയിൽ നഖങ്ങളായ ആയുധങ്ങൾ. ഇതിനകത്ത് സിംഹത്തിൻ്റെ മാത്രമല്ല അല്ലേ, ഭഗവാന്റെ രൂപമാണ്, ഭഗവാന്റെ ഭീകര രൂപമാണത്.
സിംഹത്തിൻ്റെ മുഖമേ ഉള്ളൂ, ബാക്കി ശരീരം മനുഷ്യൻ്റേതാണ്. അപ്പോൾ അല്പം മധ്യമായിട്ടിരിക്കുന്ന സിംഹത്തിൻ്റേതും അതുപോലെ തന്നെയാണ്, അല്പം മധ്യമമാണ് അല്ലേ, മധ്യമാണ്. ആ മധ്യഭാഗം ഇത്തിരി കുഞ്ഞായിട്ടായിരിക്കുന്നത്, പക്ഷേ കുഞ്ചുരോമങ്ങളൊക്കെ വലിയതാണ്. അപ്പോൾ ആകെപ്പാടെ ഒരു ഭയാനകമായ രൂപം. ദുരാസതം സർവനിജേതരായുധ പ്രവേഗ വിദ്രാവിദൈത്യദാനവം പ്രായേണമേയം ഹരിണോരുമായിനാവത സ്മൃതോനേന സമുദ്യതേന കിം. ദുരാസതം സർവ നിജേതരായുധ പ്രവേഗ വിദ്രാവിദൈത്യദാനവം പ്രായേണമേയം ഹരിണോരുമായിനാ വധ സ്മൃതോനേന സമുദ്യതേന കിം. എത്തപ്പെടാൻ കഴിയാത്തതും ദുരാസതം നമുക്ക് എത്താൻ സാധിക്കാത്തതും തൻ്റേതായ സകലതും അതുപോലെ അന്യങ്ങളായ ആയുധ പ്രവേഗ അസ്ത്രവസ്ത്രങ്ങളാൽ നിദ്രാവിധ ഓടിക്കപ്പെട്ട ദൈത്യന്മാരോടും ദാനവന്മാരോടും കൂടിയതും ഉരുമായിനെ അധികരിച്ച മായയോട് കൂടിയ ഹരിയാൽ അതായത് മഹാവിഷ്ണുവിനാൽ മേ അയം വധ, എൻ്റെ ഈ വധം പ്രായേണ മിക്കതും ചിന്തിക്കപ്പെട്ടത് തന്നെ പുറപ്പെട്ടുകൊണ്ട് കിം എന്താകുന്നു, ഇതെന്താണ്. ഗദ, അതായത് കൈകളിൽ ഗദാശംഖം പത്മമൊക്കെ ഉണ്ട്, സാധാരണ ആയുധങ്ങൾ, ഇന്ദ്രാദിദേവന്മാരുടെ ചിഹ്നങ്ങളായ വജ്രം പാശം അങ്ങനെയുള്ള ആയുധങ്ങളുണ്ട്. അത് ഒരുപാട് വല്ലാത്തൊരു രൂപമാണത്. വളരെ ഉത്തമങ്ങളായ അസ്ത്രങ്ങൾ കൊണ്ട് ദൈത്യന്മാരെയും അസുരന്മാരെയും ഒക്കെ ദൂരെ ഓടിച്ചുകൊണ്ട് ഇതെന്ത് രൂപമാണെന്ന് ആലോചിച്ച് നിൽക്കുന്ന അസുരാധിപൻ, അതായത് ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ വന്നു ചേർന്ന ആ രൂപം പുറപ്പെട്ടതും തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതും ഇതിൻ്റെയും പ്രയോജനത്തെ ബുദ്ധിഭ്രമം കൂടാതെ ആലോചിച്ചുറച്ചു. എന്നാ ബുദ്ധിഭ്രമം ഒന്നുമില്ല, അപ്പം തന്നെ കൊല്ലാൻ തന്നെ വന്നിരിക്കുന്ന ആ മഹാഭയങ്കര സത്വരൂപത്തിനോട് കൂടി യുദ്ധം ചെയ്തതിനെ 7 പദ്യങ്ങൾ കൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇനി അങ്ങോട്ട് പറയുന്നത്, മഹാമായാപ്രയോഗ കുശലനായ ആ മഹാവിഷ്ണു, മഹാമായാപ്രയോഗം ഉള്ളവനായ ഹരി തൻ്റെ വധോപായത്തെ അംഗീകരിച്ച് ഇരിക്കുന്നു എന്ന് പറയുന്നു. തൻ്റെ വധം തീർച്ചപ്പെടുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. 23. ദുരാസതം സർവനിജേതരായുധ പ്രവേഗ വിദ്രാവിദൈത്യദാനവം പ്രായേണമേയം ഹരിണോരുമായിന വധസ്മൃതോനേന സമുദ്യതേന കിം. അത് നമ്മൾ പറഞ്ഞല്ലേ. ഏവം ബ്രുവംസ്തദ് അഭ്യപതദ്ഗദായുധോ നദൻ നൃസിംഹം പ്രതി ദൈത്യകുഞ്ചരഃ അലക്ഷിതോഗ്രൗ പതിതപദംഗമോ യഥാ നൃസിംഹൗജസി സോസുരസ്തദാ. ഇങ്ങനെ ഏവം ബ്രുവൻ എന്നാണ്. ഏവം ബ്രുവൻ, പിന്നെ സ വേണ്ട. അഭ്യാപതത് അഭിപതിച്ചു, താഴോട്ട് വീണു. നദൻ നൃസിംഹം പ്രതി ദൈത്യകുഞ്ചരഃ അലക്ഷിതോഗ്നോ പതിതപദംഗമോ യഥാ നൃസിംഹൗജസി സോസുരസ്തദാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗദ ധരിച്ച് ദുരാസതം നമ്മൾ പറഞ്ഞതാണോ? ദുരാസതം സർവനിജേതരായുധ പ്രവേഗ 23-ാമത്തെ ഒന്ന്. തൻ്റേതും ആയുധപ്രവേഗ അസ്ത്രങ്ങളാൽ വിദ്രാവിധ ഓടിക്കപ്പെട്ട ദാനവന്മാരോടും കൂടിയ അത് പറഞ്ഞ മയ്യ ഹരിയാൽ വധം ചെയ്യും. പ്രായേണ സ്മൃത, മിക്കതും ചിന്തിക്കപ്പെട്ടത് തന്നെ. അതുകൊണ്ട് എന്താകുന്നു? അത് ഞാൻ ഏതായാലും തീർച്ചയായി മഹാമായാപ്രയോഗശാലിയായ ആ മഹാവിഷ്ണു എൻ്റെ വധത്തെ അംഗീകരിക്കുമെന്നുള്ള സംഗതി ഏതാണ്ട് ഇപ്പോൾ തീർച്ചയായിരിക്കുന്നു. ഭഗവാനാൽ ഞാൻ വധിക്കപ്പെടുമെന്ന് തീർച്ചയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. എനിക്ക് ഇടയ്ക്കൊരു പോസ് എടുക്കേണ്ടി വന്നതുകൊണ്ട് കണ്ടിന്യൂവേഷൻ ശ്രദ്ധിച്ചില്ലതാ. ഏവം ബ്രുവൻ ത്വഭി പതത് ഗദായുധോ നദൻ നൃസിംഹം പ്രതി ദൈത്യകുഞ്ചരഃ അലക്ഷിതോഗ്നോപതിത പതംഗമോ. അഗ്നിയിൽ വീഴുന്ന പാറ്റയെ പോലെ ആ നരസിംഹത്തിൻ്റെ ഓജസ്സിൽ
അസുരൻ അലക്ഷിത അപ്പോൾ കാണപ്പെട്ടു പോലുമില്ല, കാണാൻ പോലും പറ്റാത്ത രീതിയിലായിപ്പോയി. അത് ഇതിൽ ഭഗവാന്റെ അവതാര മഹിമയിൽ, അവതാര സമയത്തെ ആ മഹിമ. യഥാ നൃസിംഹ ഔജസിസോ സുരസ്തത. വായിച്ചാൽ മതി ഒന്നിച്ച്. ന തദ്വിചിത്രം ഖലു സത്വധാമനി സ്വതേജസായോനു പുരാഭിബത്തമ തതോഭിപദ്യാഭ്യാഹൻ മഹാസുരോ രുഷാ നൃസിംഹം ഗതയോരുവേഗയ. ന തദ്വിചിത്രം ഖലു സത്വധാമനി സ്വതേജസാ യോന്നു പുരാ അഭിപത് പാനം ചെയ്തു അന്ധകാരത്തെ. എന്തിനെ? അന്ധകാരത്തെ സ്വന്തം തേജസ് കൊണ്ട്. തതോ അഭിപദ്യാഭ്യഹൻ മഹാസുരോ രുഷാ നൃസിംഹം ഗതയോരുവേഗയ. അതായത് ശ്രീ മഹാവിഷ്ണുവിൻ പതിച്ചിരിക്കുന്ന ശുദ്ധ സത്വസ്വരൂപനായ ശ്രീഹരിയിൽ, ആ ഭഗവാനിൽ പതിച്ചിരിക്കുന്ന അന്ധകാര സ്വരൂപമായ അസുരനെ കാണാതായി. എന്നുവെച്ചാൽ അദ്ദേഹത്തെ ആ നരസിംഹ രൂപത്തിലോട്ട് അവതരിച്ചപ്പം അസുരനെ കാണാതായി. അത് ഭഗവാനിലോട്ട് ലയിച്ച പോലെ ഭഗവാൻ സൃഷ്ടിക്ക് മുമ്പ് സർവത്ര നിറഞ്ഞിരുന്ന അന്ധകാരത്തെ തൻ്റെ പ്രഭയാൽ എങ്ങനെ നശിപ്പിച്ചുവോ അതുപോലെ അസുരനാകുന്ന ഈ ഇരുട്ടിനെ, ആ ഹിരണ്യകശിപുവാകുന്ന ഇരുട്ടിനെ മഹാവിഷ്ണു തൻ്റെ മഹാതേജസ് നശിച്ചതിനെ ആശ്ചര്യമായി കരുതേണ്ട. അതൊരു വലിയ ആശ്ചര്യമൊന്നുമല്ല ഈ ചെറിയൊരു കാര്യം. മഹാപ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ തേജസ് കൊണ്ട് അന്ധകാരത്തിൽ നിറഞ്ഞിരുന്ന പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശമാനമാക്കിയ ഭഗവാന് ഇതിനെ ഇരുട്ടിലാക്കുന്നതിൽ അത്ര പ്രശ്നമൊന്നുമില്ല. അത് ആര്? ഹിരണ്യകശിപുവിനെ ഇരുട്ടിലാക്കിയതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല പറഞ്ഞു. അവതാര രൂപത്തിൻ്റെ വർണ്ണനയാണത്. തം വിക്രമന്തം സഗതം ഗദാധരോ മഹോരകം ദാക്ഷസുതോ യഥാഗ്രഹീത് സ തസ്യ ഹസ്തോത്കലിത തഥാ അസുരോ. സ തസ്യ മൂന്നാമത്തെ ലൈനൊന്ന് ശ്രദ്ധിച്ചോണം. ഒരുപാട് സമസ്ത പദങ്ങളുണ്ട്, പിരിക്കാൻ മാത്രം. സ തസ്യ ഹസ്ത ഉത്കലിത തഥാ അസുരോ എന്നാണ് വാക്ക്. അത് വായിക്കേണ്ടത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് വായിക്കാം. സ തസ്യ ഹസ്തോത്കലിത തഥാ അസുരോ വിക്രീഡതോ യത് വദഹിർ ഗരുന്മതഃ. വിക്രീഡതോ യദ്വത് അഹിർ ഗരുന്മത. ഗരുഡനിൽ നിന്ന് അഹി യദ്വത് സർപ്പം എന്ന പോലെ പുറത്തേക്ക് ചാടി. ഉത്കലിത പുറത്തേക്ക് ചാടി. അസാധ്വമന്യന്തഹൃദൗകസോമര ഖനച്ഛദാ ഭാരത സർവധിഷ്ണ്യപ തം മന്യമാനോ നിജവീര്യസംഗീതം യദ്ഹസ്തമുക്തോ നൃഹരിം മഹാസുര. യത് ഹസ്തമുക്തോ എന്നാണ് ആ വാക്ക്. യാതൊരുവൻ്റെ ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കട്ട മഹാനായ അസുരൻ തം നൃഹമുഖ. ആ നരസിംഹത്തെ നിജവീര്യസംഗീതം തൻ്റെ വീര്യത്തെ ഒരു സംശയത്തോടു കൂടി കണ്ടിട്ട് മന്യമാനെ വിചാരിക്കുന്നവനായി. അത് ഭഗവാൻ പറയുകയാണ്. ഭാരത എന്നാണ് വിളിക്കുന്നത്. എന്താ? ഭാരതകുലത്തിൽ ജനിച്ചവനെ. ഹിരണ്യകശിപുവിനാൽ അപഹരിക്കപ്പെട്ട ഈ വാസസ്ഥാനത്തോടു കൂടിയ ലോകപാലന്മാരായ ഇന്ദ്രാദികളായ എല്ലാ ദേവന്മാരും യുദ്ധം കാണാനായിട്ട് ആ മുകളിൽ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ഭഗവാന്റെ കൈകളിൽ നിന്ന് വെളിയിലേക്ക് ചാടിയ പുറത്തേക്ക് ഹിരണ്യകശിപു ചാടിയത് കണ്ടപ്പോൾ ഭയപ്പെട്ടു. അയ്യോ, ഇത് ഇത്രയും വലിയ രൂപം ആ ഭഗവാൻ എടുത്ത് വയ്ക്കുന്നത്. അതിലും ഭീകര രൂപത്തിലാണ് ഹിരണ്യകശിപുവിൻ്റെ അവസ്ഥ. മായാവിയായ യുദ്ധത്തിൽ ഭഗവാൻ പരാജയം വരുമോ എന്ന് ഒരു സ്വല്പ നേരത്തേക്കൊരു ശങ്കയുണ്ടായി, ഒരു സംശയമുണ്ടായി. ഭഗവാനാൽ സ്വയമേവ മോചിക്കപ്പെട്ട ഹിരണ്യകശിപു ആകട്ടെ ഭഗവത് കരങ്ങളിൽ നിന്ന് പുറമേ വന്നപ്പോൾ തൻ്റെ വീര്യത്തെ നരസിംഹവും എതിർക്കുവാൻ ശക്തനല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നുവെന്ന് ആ ഹിരണ്യകശിപുവും വിചാരിച്ചു. കാരണം ഭഗവാന്റെ പിടിയിൽ നിന്ന് വിട്ട് വെളിയിലോട്ട് വന്നപ്പോൾ അദ്ദേഹം ആദ്യം ധരിച്ചത് എന്താ? ഹിരണ്യകശിപു തൻ്റെ ഈ ശരീരത്തെ ഭഗവാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത്രയും ഞാൻ കേമനാണെന്ന് വീണ്ടും സ്വയം തെറ്റിദ്ധരിച്ചു ഞാൻ കേമനാണെന്ന്. പുനസ്തമാ സജ്ജത ഖഡ്ഗചർമ്മണി പ്രഗൃഹ്യ വേഗേന ദ്വിജശ്രമോ മൃധേ തം ശ്യേന വേഗം
ശതചന്ദ്രപദ്മഭിः ചരന്തമച്ഛിദ്രമുപര്യധോ ഹരി കൃത്വാട്ടഹാസം ഉത്സ്വനോൽബണം ഖരമുത്സ്വനോൽബണം നിമീലിതാക്ഷം ജഗൃഹേ മഹാജവ പുനസ്തമാസജ്ജത ഖഡ്ഗചർമ്മണി പ്രഗൃഹ്യ വേഗേന ജിതശ്രമോ മൃധേ തം ശേന വേഗം ശതചന്ദ്രവർമ്മഭിः പിന്നെ ചരന്തമച്ഛിദ്രം ഉപര്യഥോ ഹരിः കൃത്വാ അട്ടഹാസം ഖരം ഉത്സ്വനോൽബണം ആ വാക്കൊന്ന് പഠിച്ചോളുക കേട്ടോ. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടത് പറയാനായിട്ട്. കാരണം വായിച്ച് വരുമ്പോൾ അതെവിടെ എവിടെയോ മുഴച്ച് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ ആ വാക്ക്. ഖരം ഉത്സ്വനോൽബണം ആ വാക്കൊന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം പറഞ്ഞാൽ കിട്ടും നിങ്ങൾക്കത്. ഈ ഹിരണ്യകശിപുവിനാൽ തൻ്റെ ഇന്ദ്രാദികൾ എല്ലാവരും യുദ്ധം കാണാനായിട്ട് ഈ മേഘത്തിൻ്റെ മറവിൽ നിന്നു. ഭഗവാന്റെ കൈകളിൽ നിന്ന് ആ പുറത്തേക്ക് ചാടിയ ഭഗവാന് പുറത്തേക്ക് ചാടിയപ്പോൾ ഹിരണ്യകശിപു ചാടിക്കഴിഞ്ഞപ്പോൾ അവർക്കും എല്ലാം ഒരു ശങ്ക തോന്നി. ഹിരണ്യകശിപുവിന് ശങ്ക തോന്നി എന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ അടുത്തതാണ് ഇപ്പോൾ പറഞ്ഞത്. ആസജ്ജത പുനസ്തമാസജ്ജത ഖഡ്ഗചർമ്മണി വേഗത്തിൽ ബന്ധപ്പെട്ട് വാളും പരിചയമെല്ലാം സ്വീകരിച്ചിട്ട് യുദ്ധത്തിൽ ശ്രമം ഇല്ലാത്തവനായിട്ട് തം ആസജ്ജത അവനെ പ്രാപിച്ചു. ശതചന്ദ്രവർമ്മഭി ഖഡ്ഗചർമ്മ മാർഗങ്ങളിൽ കൂടി അച്ഛിദ്രം യഥാതഥ ഛിദ്രമില്ലാത്ത വിധത്തിൽ ഉപര്യത മുകളിലും താഴത്തും സഞ്ചരിക്കുന്നതായ ശ്യേനവേഗം. ശ്യേനം എന്ന് പറഞ്ഞാൽ പരുന്തിൻ്റെ വേഗത്തിൽ പരുന്ത് ഭയങ്കര വേഗത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. നിമീലിതാക്ഷം അടച്ചിരിക്കുന്ന കണ്ണുകളോടും കൂടി ഇരിക്കുന്ന തം അവനെ ഉത്സ്വനോൽബണം ഭയങ്കര ശബ്ദത്താൽ മഹാശബ്ദത്താൽ ഭയങ്കരമായും ഉത്സ്വനോൽബണം ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കാണിക്കാനാണ് ആ വാക്ക് അവിടെ അങ്ങനെ വെച്ചിരിക്കുന്നത്. പരുഷമായിരിക്കുന്ന അട്ടഹാസം ചെയ്തിട്ട് ഏറ്റവും ശക്തിയോടുകൂടി ആദ്യഗൃഹേ ഭഗവാനെ അങ്ങ് പിടിച്ചു. വിഷ്വസ്ഫുരന്തം ഗ്രഹണാതുരം ഹരിർ വ്യാളോ യഥാഘം കുലിശാക്ഷതത്വജം ദ്വാര്യൂര ആപാത്യ ദദാരലീലയാ നഖൈര്യഥാഹിം ഗരുഡോ മഹാവിഷം വിഷ്വസ്ഫുരന്തം ഗ്രഹണാതുരം ഹരിർ വ്യാളോ യഥാഘും കുലിശാക്ഷതത്വജം ദ്വാര്യൂര ഉരുവിൽ എന്നുവെച്ചാൽ തുടയിൽ നിന്ന് ദ്വാരത്തിൽ ഉരുവിൽ ദ്വാര്യൂര ആപാത്യദാര ലീലയാ നഖൈര്യഥാഹിം ഗരുഡോ മഹാവിഷം കളിയായിട്ടെന്ന പോലെ നഖങ്ങൾ കൊണ്ട് പിളർന്നു. ഗ്രഹണാതുരം ഗ്രഹണത്താൽ ദുഃഖിതനും വിശ്വസ്ഫുരന്തം 4 ഭാഗത്തേക്കും ചലിക്കുന്നവനും വജ്രത്താൽ മുറിക്കപ്പെടാത്ത തൊലിയുള്ളവനുമായ അവനെ ഹരി ഭഗവാൻ എന്ത് ചെയ്തു? സർപ്പം ആഘും യഥാ എലിയെ എന്ന പോലെ ആഘും എന്ന് പറഞ്ഞാൽ എലിയെ എന്ന പോലെ ദ്വാരത്തിൽ, അതായത് ഉരുവിൽ ആപതിപ്പിച്ചിട്ട് മടിയിലോട്ട് തുടയിലോട്ട് കിടത്തിയിട്ട് മഹത്തായ വിഷത്തോടു കൂടി ആ സർപ്പത്തെ യഥാ ഗരുഡൻ എന്ന പോലെ തൻ്റെ നഖങ്ങൾ കൊണ്ട് പിളർന്നു. സംരംഭ ദുഷ്പ്രേക്ഷകരാളലോചനോ വ്യാത്താനനാന്തം വിലിഹൻ സ്വജിഹ്വയാ ആസൃഗ്ലവാക്താരുണകേസരാനനോ യഥാന്ത്രമാലി ദ്വിപഹത്യയാ ഹരിഃ. സംരംഭ ദുഷ്പ്രേക്ഷ്യ കരാളലോചനോ വ്യാത്താനനാന്തം വിലിഹൻ സ്വജിഹ്വയാ ആസൃഗ്ലവാക്താരുണകേസരാനനോ യഥാന്ത്രമാലി ദ്വിപഹത്യയാ ഹരിഃ. ഹിരണ്യകശിപുവിൻ്റെ ആ വധം കഴിഞ്ഞിട്ട്
അവൻ്റെ ഭൃത്യന്മാരെയും ഭഗവാൻ വധിച്ചതിനെ 2 പദ്യങ്ങൾ കൊണ്ട് പറയുന്നു. ഇനി 2 പദ്യങ്ങൾ കൊണ്ട് ആ കാര്യമാണ് ഇനി പറയുന്നത്. 7 പദ്യങ്ങൾ കൊണ്ട് ഇതെല്ലാം പറഞ്ഞു കൊന്നത്. നഖാങ്കുരോത്പാടിതഹൃത്സരോരുഹം വിസൃജ്യ തസ്യാനുചരാനുദായുധാൻ അഹൻ സമന്താത് പാർഷ്ണിഭിർ അഹൻ സമന്താത് നഖശസ്ത്രപാർഷ്ണിഭിർ ദോർദണ്ഡയൂധോനുപധാൻ സഹസ്രശ. നഖാങ്കുര ഉത്പാടിത ഹൃത്സരോരുഹം ഹൃദയമാകുന്ന താമര. വിസൃജ്യ തസ്യാനുചരാനുദായുധാൻ അഹൻ സമന്താത് നഖ ശസ്ത്രപാർഷ്ണിഭിർ ദോർദണ്ഡയൂധോനുപധാൻ സഹസ്രശഃ. നഖങ്ങൾ കൊണ്ട് പറിച്ചെടുത്ത ഹൃദയത്തെ ഒരു താമരപ്പൂവോടുകൂടിയ ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തെ ദൂരെ എറിഞ്ഞു. ദണ്ഡങ്ങൾ എന്ന പോലെ നീണ്ടുരുണ്ട് ഇരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ കൈകളെയും ഹൃദയത്തെയും ഒക്കെ വർണ്ണിക്കുന്നുണ്ട് ഇവിടെ. അനേകം കൈകളോട് ഇരിക്കുന്ന ഭഗവാൻ ശ്രീ നരസിംഹമൂർത്തി ആയുധങ്ങൾ ഉയർത്തി നിൽക്കുന്ന ആസുരാധിപ ഭൃത്യന്മാരെയും മറ്റുള്ള സകല സഹായികളെയും നഖം കൊണ്ട് പിളർന്നും ശസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചും അങ്ങനെ ഒരുപാട് അവരെയും സംഹരിച്ചു. സദാബദ്ധൂത ജലദാപരാപതൻ ഗ്രഹാശ്ച തദ്ദൃഷ്ടി വിമുഷ്ടരോചിഷ അംബോധയ ശ്വാസഹതാ വിചുക്ഷുഭോർ നിർഹ്രാദഭീത ദിഗ് ഇഭ വിചുക്രുശുഹു. ദിഗ് ഇഭയാണ് ദിഗ് ഇഭ എന്ന് വന്നത് കേട്ടോ. ദിഗ് ഇഭ ദിക്കുകളിലുള്ള ഓരോ ദിക്കുകളിൽ നിൽക്കുന്ന ഇഭ ആനകൾ വിചുക്രുശു ഉച്ചത്തിൽ ശബ്ദിച്ചു. ആനകളുടെ അലർച്ച അത് ഈ നമ്മൾ ഭാഗവതത്തിലൊക്കെ നിരന്തരം കാണാറുള്ളതാണ്. എന്തെങ്കിലും ശബ്ദം, കോലാഹലം, അങ്ങനെയൊക്കെ എന്തെങ്കിലും നടക്കുന്ന തിരക്കുള്ള സ്ഥലങ്ങളിലെ കാര്യം പറയുന്നിടത്തൊക്കെ ആനകൾ അലറുന്ന ശബ്ദം ഇങ്ങനെ പറയാറുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ആനകളെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതായിരിക്കും. യുദ്ധത്തിന് ആനകളുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ആനകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടിൽ നിന്ന് പിടിച്ച് മെരുക്കിയെടുത്ത് അതായിരിക്കും. പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ ഓർക്കാറുണ്ട് ഈ ആനകളുടെ ശബ്ദം ഇങ്ങനെ എപ്പോഴും പറയുന്നത്. സടാവധൂത ജലദാ പരാപതൻ ഗ്രഹാശ്ച തദ്ദൃഷ്ടി വിമുഷ്ടരോചിഷഃ അംബോധയ ശ്വാസഹത വിചുക്ഷുഭുർ നിർഹ്രാദഭീത ദിഗിഭ വിചുക്രുശുഹു. ഈ അസുരൻ്റെ വധത്തിലേർപ്പെട്ടിരിക്കുന്ന അതിനെ ആ ഹിരണ്യകശിപുവിനെയും ആ സന്നാഹങ്ങളെയും ആ സേനകളെയും എല്ലാം കൊന്ന അതിനകത്ത് ഏർപ്പെട്ടിരിക്കുന്ന ആ കർമ്മത്തിലേർപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ ഭാവപകർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഭാവപകർച്ച. മഹാവിഷ്ണുവിൻ്റെ സ്വയമുള്ള ഭാവം എന്താണ്? സാത്വിക ഭാവമാണ്, ശാന്ത സ്വഭാവമാണ്. അതിൽ നിന്നുള്ളൊരു പകർച്ച, തമോ ഗുണത്തിലോട്ട് ഭഗവാൻ ഒന്ന് മാറിയ ആ രീതി അതിനെ ഈ 2 പദ്യങ്ങളെ കൊണ്ട് വർണ്ണിക്കുക. ഭഗവാൻ ആകെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കുമേ. ദ്യൗസ്തത് സഡോക്ഷിപ്ത വിമാന സങ്കുൽ. ഈ അധ്യായത്തിലെ ഈ ശ്ലോകങ്ങളായിട്ട് എഴുതിയിരിക്കുന്നതൊക്കെ ഇത്തിരി പ്രയാസമുണ്ട് വായിക്കാൻ. അത് ശ്രദ്ധിച്ച് വാക്കുകൾ പല പ്രാവശ്യം പറഞ്ഞ് നാവിൽ ഉറപ്പിച്ചതിന് ശേഷം വായിക്കുക. പിരിച്ച് പറയേണ്ടത് പിരിച്ച് തന്നെ പറഞ്ഞ് വായിക്കണം. കുറച്ചേ ഉള്ളൂ കേട്ടോ അത്, പക്ഷേ ഉള്ളത് ഇച്ചിരി പ്രയാസമുള്ളതാണ്. അത് മാത്രം. ദ്യൗസ് തത് സഡോക്ഷിപ്ത. ദ്യൗ സ്തത് സഡോക്ഷിപ്ത ആ വാക്ക്. തത് സ്തഡോക്ഷിപ്ത വിമാനസങ്കുല. അത് സടകളാൽ ഉക്ഷേപിക്കപ്പെട്ട വിമാനങ്ങളുടെ വ്യാപ്തിയോട് കൂടിയതായിട്ട്. ദ്യൗ എന്ന് പറഞ്ഞാൽ ദ്യോവ് അല്ലെ അന്തരീക്ഷം. പ്രോത്സർപ്പത പ്രത്യേകമായിട്ട് ചലിച്ചു. പ്രോക്ഷർപ്പത. ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമാഭൂമിയുണ്ട്, ക്ഷമായും ഭൂമിയാണ്. ഇത് ക്ഷമ ഇല്ല കേട്ടോ, പകുതിയേ ഉള്ളൂ. ക്ഷായുടെ പകുതിയെ ഉച്ചരിച്ചാൽ മതി. സർപ്പത ക്ഷമാ ച പദാതി പീഡിത ശൈല സമുത്പേതു രാമുഷ്യ രംഹസ വേഗത്തിൽ. അമുഷ്യ രംഹസ ഇവൻ്റെ വേഗത്താൽ ശൈല പർവ്വതങ്ങൾ
തത്തേജസാഖം കകുഭോ ന രേജിരേ. ഖം എന്ന് പറഞ്ഞാൽ ആകാശവും കകുഭ ദിക്കുകളും ന രേജിരേ രേജിച്ചില്ല. രേജിക്കുക എന്ന് പറഞ്ഞാൽ ശോഭിക്കുക, വിളങ്ങുക എന്നൊക്കെ. ന രേജിരേ ഒട്ടും ശോഭിച്ചില്ല. ആരുടെ തേജസ്സാല? ഭഗവാന്റെ തേജസ്സാൽ പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞു വീണു. ആ വേഗത്താൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെ വേഗത്താൽ ഭൂമിയും പാദാതിപീഡിത പാദങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട, അതായത് ഭഗവാൻ ഇറങ്ങി നിന്ന് അങ്ങോട്ട് അലറാനും നടക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേനും ഭൂമി മൊത്തമാകെ വിറച്ചു. അങ്ങനെ ആ ഒരു ഭയങ്കരമായ അന്തരീക്ഷത്തെ നമുക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ ഈ ശ്ലോകങ്ങളിൽ. തതസഭായാമുപവിഷ്ടമുത്തമേ നൃപാസനെ സംഭൃത തേജസം വിഭും അലക്ഷിതദ്വൈരഥമത്യമർഷണം പ്രചണ്ഡവക്ത്രം നബഭാജ കശ്ചന. മൂന്നാമത്തെ ലൈൻ ഒന്ന് നോക്കുക. അലക്ഷിത ദ്വൈരഥം എന്നാണ് ആ വാക്ക്. ദ്വൈരഥം ഒന്നിച്ച് വേണം. ദ്വൈരഥം കാണപ്പെടാതിരിക്കുന്ന ആ മറ്റേ ആൾ, പ്രതിയോദ്ധാവോട് കൂടിയവനും എതിരാളിയെ കാണാതെ ഇരിക്കുന്ന, അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് മറയുന്നുണ്ട് ഈ ഹിരണ്യകശിപുവെ. അതുകൊണ്ട് അലക്ഷിത ദ്വൈരഥം അത് ഒന്നിച്ച് വായിക്കണം. അത് വേറെ ഒന്നും അല്ലത്. അലക്ഷിത കോമ ദ്വൈരഥം അത്യമർഷണം. അലക്ഷിത പ്ലസ് ദ്വൈരഥം പ്ലസ് അത്യമർഷണം. പ്രചണ്ഡവക്ത്രം ന ബഭാജ കശ്ചന നിശമ്യ ലോകത്രയമസ്തകജ്വരം. അവിടെ ഉണ്ടൊരു പ്രശ്നം. നിശമ്യ ലോകത്രയ കഴിഞ്ഞ് നമുക്ക് ഈ മസ്തകജ്വരം എന്ന് പറയുന്നിടത്ത് ത്രയം, കാരണം ലോകത്രയം എന്നൊരു വാക്കുണ്ട് താനും. അപ്പോൾ അവിടെ അസ്തകജ്വരം എന്ന് വായിക്കാനുള്ളൊരു പ്രേരണ നമുക്കുണ്ടാകും. അതങ്ങനെയല്ല, മസ്തകജ്വരമാണ്. മസ്തകം എന്ന് പറഞ്ഞാൽ തലവേദന, മസ്തകജ്വരം. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുമ്പം നിശമ്യ ലോകത്രയ കഴിഞ്ഞ് കോമ ഇടുക, മായുടെ മുകളിലൊരു ടിക്ക് ഇടുക, മാന്ന് തന്നെ അത് വായിക്കണം. തമാതിദൈത്യം ഹരിണാഹതം മൃധേ പ്രഹർഷവേഗോത്കലിതാനനാമോഹോ പ്രസൂനവർഷൈർവവൃഷു സുരസ്ത്രീയഹാം. നിശമ്യ ലോകത്രയ മസ്തകജ്വരം. അങ്ങനെ വായിക്കണേ, ശ്രദ്ധിച്ചിരിക്കണം. അത് ശ്രദ്ധിച്ചത് തന്നെ അടയാളപ്പെടുത്തണം. മായുടെ മുകളിലൊരു ടിക്ക് ഇടണം. മസ്തകജ്വരം എന്ന് വ്യക്തമായിട്ട് വായിക്കണം. അത് ഒത്തിരി പേർക്ക് തെറ്റുന്നതാണ്. കാരണം വേറൊന്നും അല്ല, ലോകത്രയം എന്നൊരു വാക്കുള്ളത് കൊണ്ട് തന്നെ. നിശമ്യ ലോകത്രയം മസ്തകജ്വരം എന്ന് വായിക്കാനൊരു നമ്മൾ ഓർക്കും, അങ്ങനെ ആയിരിക്കും. അങ്ങനെയല്ലത്. അത് മസ്തകജ്വരം, അതായത് 3 ലോകങ്ങളുടെയും ഒരുപോലെ ബാധിച്ച തലവേദനയാണ്. ദുസ്സഹമായ ശിരോവ്യഥ, തലയുടെ വ്യഥ എന്നുവെച്ചാൽ വേദന. നമുക്ക് തലവേദന എന്ന് എളുപ്പത്തിൽ പറയാം. ആദിയിലുണ്ടായ അസുരനുമായ അവനെ ഹിരണ്യകശിപു ആദിയിലുണ്ടായതാണ്. യുദ്ധത്തിൽ ഹരിണ എന്ന് പറഞ്ഞാൽ ഓർത്തണം. ഹരിയാൽ ഇവിടെ ഹരിണ മറ്റേ മാനെന്നുള്ള അർത്ഥമല്ല, ഹരിണ നീട്ടുണ്ട്. ഹരിണ ഹതം നിശമ്യ കൊല്ലപ്പെട്ടവനായി കണ്ടിട്ട് സന്തോഷശക്തിയാൽ, അതായത് പ്രഹർഷ വേഗോത്കലിത ആനന വികസിതമായ ആനനങ്ങളോടുകൂടി മുഖത്തോടുകൂടി സുരസ്ത്രീയ ദേവസ്ത്രീകൾ മുഹു പ്രസൂനവർഷ തുടരെ പുഷ്പവർഷം ചെയ്തുകൊണ്ടിരുന്നു. തഥാ വിമാനാവലിഭിർനഭസ്ഥലം ദിദൃക്ഷതാം സങ്കുലമാസനാഗിനാം സുരാനകാദുന്ദുഭയോധ ജഗ്നിരേ ഗന്ധർവമുഖ്യ നൃദുർ ജഗുസ്ത്രീയഹാം. അതിനകത്ത് വലിയ പ്രശ്നമുള്ള ഭാഗങ്ങളൊന്നുമില്ല. തഥാ വിമാനാവലിഭിർ, അത് കഴിഞ്ഞ് നഭസ്ഥലം എന്ന് വേറെ വായിക്കുക. ദിദൃക്ഷതാം സങ്കുലമാസ നാകിനാം സുരാനക ദുന്ദുഭയോധ ജഗ്നിരേ ഗന്ധർവമുഖ്യ നൃതുർ ജഗുസ്ത്രീയ. ഇത് 55-56 ശ്ലോകങ്ങളേ ഉള്ളൂ. അടുത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഈ 3 ശ്ലോകങ്ങളുടെ വായിക്കാം. തതോപവ്രജ്യ വിബുധ തത്രോപവ്രജ്യ വിബുധ ബ്രഹ്മേന്ദ്ര ഗിരിശാദയ ഋഷയ പിതരസിദ്ധ വിദ്യാധരമഹോരഗ മനവ പ്രജാനാം പദയോ ഗന്ധർവാപ്സരചാരണ യക്ഷാ കിം പുരുഷാസ്താത വേതാള സിദ്ധകിന്നര തേ വിഷ്ണുപാർഷദാ സർവേ സുനന്ദകുമുദാദയ മൂർധ്നി ബദ്ധാഞ്ജലിപുട ആസീനം തീവ്രതേജസം
ഈഡിരേ നരശാർദൂലം നാതിദൂരചരാ പൃഥക് തത്രോപവ്രജ്യ വിബുധ ബ്രഹ്മേന്ദ്രഗിരിശാദയഃ ഋഷയപിതരസിദ്ധ വിദ്യാധര മഹോരഗാഃ മനവപ്രജാനാം പതയോ അപ്സര ഇല്ല കേട്ടോ, അത് ഞാൻ വായിക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഗന്ധർവാപ്സരചാരണ യക്ഷ കിംപുരുഷാസ്താത വേതാള സിദ്ധകിന്നര തേ വിഷ്ണുപാർഷദാ സർവേ സുനന്ദ കുമുദാദയാം മൂർധ്നി ബദ്ധാഞ്ജലിപുട ആസീനം തീവ്രതേജസം ഈഡിരേ നരശാർദൂലം നാതിദൂരചരാ പൃഥക്. ബ്രഹ്മേന്ദ്രഗിരിശാദയ ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, മഹാദേവൻ, പരമേശ്വരൻ മുതലായ ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഇനി മനുഷ്യനേക്കാൾ ഉയർന്ന നിലയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പിതൃക്കൾ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ഔരകങ്ങൾ, മനുക്കൾ, പ്രജാപതികൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, ചാരണന്മാർ, യക്ഷന്മാർ, കിംപുരുഷന്മാർ, വേതാളൻ, സിദ്ധകിന്നരന്മാർ, സുനന്ദൻ, കുമുദൻ മുതലായ സകല വിഷ്ണു പാർഷദന്മാർ, ഇങ്ങനെ പേരുടെ പേര് പറയുന്നതേ ഉള്ളൂ. എല്ലാവരും കുറച്ച് അരികത്തും വളരെ ദൂരെയുമല്ലാതെ ആയിട്ട് നിന്നിട്ട് ശിരസിൽ ഹസ്തപുടങ്ങളിൽ ബന്ധിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന നരസിംഹമൂർത്തിയെ വെവ്വേറെ സ്തുതിച്ചു. അത് വലിയൊരു സ്തുതിയായിട്ട് പറയുന്നുണ്ട്. ഇനി അത് ബ്രഹ്മാവിൻ്റെ സ്തുതി തൊട്ടാണ് ഇനി അടുത്തത്. ഇവിടം വരെ വെച്ച് ഈ ക്ലാസ്സിൽ നമുക്ക് ഇവിടം വരെ നിർത്താം. ഹരി ഓം.